ഈ വോട്ട് ചോരി എന്ന ആരോപണം അത് രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറുന്നതിനിടെ ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നു. ഒരാൾക്ക് ഒരു വോട്ട് എന്ന ആശയവും ജനാധിപത്യ സംരക്ഷണം എന്ന മുദ്രാവാക്യവും ഉയർത്തിയാണ് 2 ആഴ്ച നീളുന്ന യാത്ര. രാജ്യത്താകമാനം ലോക്സഭാ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പുകളും മോഷ്ടിക്കപ്പെട്ടു എന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. ബീഹാറിൽ നിന്ന് അനൂപ് ദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വോട്ടധികാർ യാത്രയ്ക്ക് തുടക്കം കുറിക്കാൻ ബീഹാറിലെ ഈ സസാറാമിലേക്ക് 10,000 ഒഴുകിയെത്തുന്നതിന്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി സംസാരിച്ച് ഒരുപാട് കഴിഞ്ഞിട്ടും ആളുകൾ വീണ്ടും ഈ മൈതാനിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസിന്റെ പരിപാടിയാണ്, പക്ഷേ ഇന്ത്യ സഖ്യം ഒരുമിച്ച് ഏറ്റെടുത്തതിന്റെ കാഴ്ച നമുക്കിതാ ഈ വഴിയിൽ തന്നെ കാണാം. VIP പാർട്ടിയിൽ നിന്നുള്ളവർ അതാ CPIM-ന്റെ കൊടിയുമായി ഒരു മനുഷ്യൻ നടന്നു പോകുന്നു. അപ്പുറത്ത് കോൺഗ്രസുകാർ അവരുടെ കൊടിയുമായിട്ടുണ്ട്, RJD-ക്കാർ അവരുടെ കൊടിയുമായി എത്തുന്നു. ഇങ്ങനെ പല പാർട്ടികളിൽ നിന്നുള്ളവർ ഇത് ഞങ്ങളുടെ പരിപാടിയാണ് എന്ന് പറഞ്ഞ് ഈ മൈതാനിയിലേക്ക് ഒഴുകിയെത്തുന്നതിന്റെ കാഴ്ചയുണ്ട്. വോട്ടർ പട്ടികയിലെ തിരിമറി ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങൾ ജനാധിപത്യം സംരക്ഷിക്കുമെന്ന് ആണയിടുന്നു രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ. തേജസ്വി യാദവ് ഒപ്പം തന്നെ നിൽക്കുന്നു. ഇനിയൊരു മാറ്റമുണ്ടാകും ബീഹാറിൽ, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാവുമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ആളുകളുടെ വൻ പിന്തുണ ഈ മൈതാനിയിൽ ഈ വോട്ടധികാര യാത്രയുടെ തുടക്കത്തിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്നു, തേജസ്വി യാദവിന് ലഭിക്കുന്നു. ഇതൊരു വലിയ മാറ്റമായി ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നുമുണ്ട്. സാസാറാമിലെ മൈതാനിയിൽ നിന്ന് വൈശാഖ് ജയപാലിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.